ഹേ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിപ്പുണ്ടോ? ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം രമയുടെ കല്യാണത്തിന് ഷോപ്പിങ്ങിൻ്റെ ഷോർട്ട് വീഡിയോ കിട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് ബോക്സ് ഒരാൾ ചോദിച്ചു ഇതിന് ലോങ് വീഡിയോ എന്ത് ചെയ്യുന്നു. എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് അല്ലാണ്ട് ചോദിച്ചിരുന്നു, എടാ ലോങ് വീഡിയോ ഇടുക എന്ന്. കാരണം ലോങ് വീഡിയോ തന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ അതിന് മതിയായിട്ടുള്ള ക്ലിപ്സ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അത് മാത്രമല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് സേവ് ദ ഡേറ്റും കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച സേവ് ദ ഡേറ്റിൻ്റെ കുറച്ച് ക്ലിപ്സ് കൂടെ ആഡ് ചെയ്തിട്ട് തൊറ്റ് വ്ളോഗായിട്ട് ഇറക്കാമെന്ന്. അതുകൊണ്ട് അങ്ങ് കുറച്ച് നീണ്ടുപോയി. അടൂരുള്ള SM സിൽക്സ് എന്നൊരു കടയിലായിരുന്നു. അവിടെ ചെന്നിട്ട് രമണി കുറേ സാരിയൊക്കെ നോക്കി, കല്യാണ സാരിയൊക്കെ അവിടെ നിന്ന് എടുത്തു. മുമ്പ് കാണിച്ച സാരികളിൽ ഒരു സാരിയാണ് അവൾ കല്യാണ സാരി എടുത്തിട്ടുള്ളത്. എത്ര മണിക്കൂർ എടുത്തു? അയ്യോ, ഞങ്ങളൊരു 1:30 കഴിഞ്ഞപ്പോഴും 1:30 തൊട്ടുള്ള ഷോപ്പിംഗാണ്. വെഡിങ് ഷോപ്പിംഗ് 2:30, 3:30, 4:30, 5:30, 5 മണിക്കൂർ. ഇപ്പൊ കണ്ടോ, ടൈം കണ്ടോ? 5.5 മണിക്കൂർ ലോങ് ടൈം. എന്തായാലും എടുത്തു, എല്ലാ സാധനവും എടുത്തു, എല്ലാം ഞങ്ങൾ വാങ്ങി. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതൊരു ഫുഡ് കഴിക്കണം. ഫുഡ് മെയിൻ, നമുക്കതാണ് മെയിൻ. ഫുഡ് മുഖ്യം വെക്കില്ലേ? ഇത്രയൊക്കെ തന്നെ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം, തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഫുഡ് കഴിക്കാൻ പാഴ്സൽ മേടിക്കാന്നുള്ള പ്ലാനൊക്കെ കണ്ടു. ഇല്ല ഗൈസ്, എങ്ങും മന്തിയില്ല. ഇനി എന്തെങ്കിലും സജസ്റ്റ് ചെയ്യേണ്ടി. ഞങ്ങൾ ആദ്യം കുഴിമന്തി കഴിക്കാൻ വേണ്ടി എവിടെയായിരുന്നു ഓണാകണ്ട എപ്പോഴേ വീഡിയോ ഓണാക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം കുഴിമന്തി കഴിക്കാൻ വേണ്ടി പത്തനംതിട്ട അമാനിയിൽ പോയി. ഞങ്ങൾക്ക് കുഴിമന്തി ഇല്ല. ഞങ്ങൾ അതിട്ട് നേരെ അടുത്തുള്ള ശാന്തി ഹോട്ടലുണ്ട്, നല്ല റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇവിടെ കയറി. ഇവിടെ കുഴിമന്തി നിർത്തി വരുന്നത്, പക്ഷേ ഇവിടെ കുഴിമന്തി ഇല്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇപ്പം വിശന്ന് എനിക്കൊന്ന് ഉച്ചയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ കുറച്ച് ചോറ് കഴിച്ചിറങ്ങിയത്. 5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് 6 മണിക്കൂർ. എനിക്കൊന്ന് 7 മണിക്കൂർക്കുള്ളേക്ക് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. പക്ഷെ കഴിക്കാൻ കിട്ടിയില്ല. ഈ അവർക്ക് മന്തി കഴിക്കാൻ യോഗ്യമില്ല. ഫ്രഷ് ആയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. ആ ഒരു ഓർഡർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ ഓർഡർ ചെയ്യാറ്. മന്തി കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ഒഴിക്കും. മന്തി ഇല്ല ഗൈസ്. ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ബിരിയാണി സ്ഥലങ്ങളും കഴിക്കാൻ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വല്ലാണ്ട് വയറിനാക്കി ഗൈസ്, വല്ലാണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഗർഭിണി. ഫുഡ് കഴിച്ചു. ഇനി നേരെ ഞങ്ങൾ മെഴുവേലിയിലേക്ക് പോകാണ്. ഇന്ന് അവിടെയാണ് എൻ്റെ സ്റ്റേ. ടാറ്റയും പറഞ്ഞു പോയി പോക്ക് നേരെ വീട്ടിൽ പോയി കിടന്നു തുടങ്ങി. ഇതിപ്പം ഞാനും പ്രേമയുടെ രമയുടെ സേവ് ദ ഡേറ്റിന് 2 ദിവസത്തിന് ശേഷം പോകുന്ന ബാക്കി ക്ലിപ്സാണ്. ഹായ് ഗൈസ്, ഞാനും പ്രേമോടെ ഇന്ന് രമയുടെ സേവ് ദ ഡേറ്റ് അതിന് പോവാം. അതെ, ഞങ്ങളുടെയും ഫോട്ടോ എടുക്കുമെന്ന് തോന്നുന്നു. ഞങ്ങളതിന് പ്രേം നല്ല രീതിക്ക് ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ രമയുടെ ഫ്രണ്ട് പോയി. ആദ്യം പോയി അവളെ പൊക്കിയിട്ട് രമേശ് ചേട്ടനെ പൊക്കിയിട്ട് നേരെ പന്തളം സേവ് ദ ഡേറ്റ്. റെഡിയാണോ പ്രേംജി? അതെ. സോ ആർട്ടിഫിഷ്യൽ ഫീസ്. ഞാനും പ്രേമും രമ്യ CS-ൻ്റെ ഭാവി വരനും കൂടെ പന്തളത്തുള്ള കരിങ്ങാലിപ്പുഞ്ചി വന്നിരിക്കുക. വെള്ളം പറ. ഞങ്ങളിവിടെ ഇങ്ങനെ ക്യാമറമാൻ നോക്കിയിരിക്കുക. പ്രേമൻ എന്താ പറയാനുള്ളത്? ഞാൻ ഉദ്ദേശിച്ച പുഞ്ചി എങ്ങനെയാണ്? പിന്നെ നീ ഉദ്ദേശിച്ച പിഞ്ചിൽ എങ്ങനെയായിരുന്നു? ഇത്ര വെള്ളമില്ല, ഇങ്ങനെ നടുക്കൂടെ നടക്കുക. ഇത് അങ്ങോട്ട് കാണിക്കും. അവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വിഷ്വൽസ് കാണിച്ചു തരാം. ഇപ്പം ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ഇവിടെ കയറിയ ക്യാമറമാൻ ചേട്ടൻ വന്ന് ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കാണിച്ചു തരാം. അവിടെ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമല്ലായിരുന്നു, ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനും കാണാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല സ്ഥലമായിരുന്നു. നല്ല സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര നല്ല വെള്ളവും വെയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു. അവിടെ ചെന്നിട്ട് അവരവിടെ ഫോട്ടോയൊക്കെ എടുത്ത് കിടന്ന് ഞാനും പ്രേമൂടെ കണ്ടെത്തിക്കൂടെയും വരമ്പിക്കൂടെയും ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ കുളമൊക്കെ കണ്ട് ഞാൻ അവനെയും കുഴപ്പമുണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ ചാടത്തുള്ള നടക്കുമായിരുന്നു. പത്തനംതിട്ടയിൽ ഇത്രയും നല്ല സ്ഥലമൊക്കെ ഞാൻ ഇപ്പോഴും അറിയുന്നു. ഒരു ആലപ്പുഴ വൈബ് പത്തനംതിട്ടയിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല സ്ഥലമായിരുന്നു. കണ്ട എന്നെ അടിക്കുന്ന കണ്ടോ? നല്ല അഹങ്കാരിയാണ്. അഹങ്കാരിയൊന്നുമില്ല, പാവമാണ്. രമണിയൊക്കെ അവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു. പ്രേമേ സ്ഥലം കാണിരിക്കുന്ന അഭിപ്രായം പറയാനുള്ളത്?
സ്ഥലം കണ്ട് സൂപ്പർ. വെള്ളം വെയില പക്ഷെ കുറച്ച് വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം വെയിലൊക്കെ കൊണ്ട് അവർ ഫോട്ടോയൊക്കെ എടുത്ത് കൂട്ടത്തിൽ എൻ്റെയും പ്രേമിൻ്റെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ പെതിയെ വീട്ടിലോട്ട് പോയി. ഞാൻ വിചാരിച്ചു കുറേ നേരമൊക്കെ നീണ്ടു പോയിരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ 4 പേരുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയി. അടുത്ത വീണ്ടും കാണാം. വീഡിയോ കാണുന്നവരായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ബൈ ഗായ്സ്.